നമ്മൾ സാധാരണയായിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്. നമുക്കിഷ്ടപ്പെട്ട സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ആവശ്യമുള്ള ടെക്സ്റ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കാറുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് പിടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഇവിടെ മാർക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാറാണ് പതിവ്. എന്നാൽ അതിനൊക്കെ പുറമെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നതിന് പകരം ഈ മാർക്ക് ചെയ്ത നമുക്ക് ആവശ്യമുള്ള ഭാഗം നല്ലൊരു കാർഡ് രൂപത്തിൽ വെറൈറ്റി ഡിസൈനോടുകൂടി, വെറൈറ്റി കളറോടുകൂടി, വെറൈറ്റി സ്റ്റൈലിൽ നമുക്ക് സ്റ്റാറ്റസായി വെക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കഴിയുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിന് നമുക്ക് ഗൂഗിളിൽ തന്നെ നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ അകത്ത് തന്നെ ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്താനുണ്ട്. അതിനായിട്ട് നമ്മൾ ബാക്ക് വന്നിട്ട് ക്രോം ബ്രൗസറിൻ്റെ ഹോം പേജ് എടുക്കുക. ഇതിപ്പോൾ ക്രോം ബ്രൗസറിൻ്റെ ഹോം പേജാണ്. ഇതിൽ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ ക്രോം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 2 കുത്ത്, അതായത് സ്കോളൻ എന്നൊക്കെ പറയും, മേലെയും താഴെയുള്ള 2 കുത്ത്, അതിനുശേഷം 2 സ്ലാഷ്, ചെരിഞ്ഞ ഒരു വരയുണ്ടല്ലോ, അത് 2 സ്ലാഷ്, അതിനുശേഷം ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. FLAGS എന്ന് ഫ്ലാഗ്സ് എന്ന് കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ തന്നെ മറ്റൊരു സെർച്ച് ബാർ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് WE, അതായത് വെബ് നോട്ട്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ വെബ് നോട്ട്സ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വെബ് നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെബ് നോട്ട്സ് സ്റ്റൈലിസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിഫോൾട്ട് എന്നായിരിക്കും കാണുക. ആ ഡിഫോൾട്ടിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ 4 ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഡിഫോൾട്ട് എന്നും, എനബിൾഡ് എന്നും, എനബിൾഡ് വിത്ത് റാൻഡമൈസ്ഡ് ഓർഡർ എന്നും, ഡിസബിൾഡ് എന്നും നിങ്ങൾക്ക് 4 ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിൽ 3ാമത്തെ ഓപ്ഷനായ എനബിൾഡ് വിത്ത് റാൻഡമൈസ്ഡ് ഓർഡർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ റീലോഞ്ച് എന്ന് കാണാൻ സാധിക്കും നീല കളറിൽ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീലോഞ്ച് ചെയ്യുക. അതായത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഇപ്പോൾ ഒന്നുകൂടി ഓഫ് ചെയ്ത് ഓണായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി ഒന്നുകൂടി ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമ്മൾ ആവശ്യമുള്ള ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗമാണോ സെലക്ട് ചെയ്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ടത് ആ ഭാഗം നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഇവിടെ മറ്റൊരു പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്രിയേറ്റ് കാർഡ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് താഴെയായിട്ട്. ആ ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പല കളറിൽ, പല മോഡലിൽ, പല ഡിസൈനിൽ നിങ്ങൾക്ക് ഒരുപാട് മോഡലിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഗം ഒരു കാർഡ് രൂപത്തിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കിപ്പോൾ വാട്സപ്പിലാണല്ലോ സെൻഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്യാണ്. വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിന് സെൻഡ് ചെയ്യാണ്. ഇതിപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിലേക്ക് പോകുന്ന ആ അഡ്രസ്സും അതിൻ്റെ കൂടെ കാർഡുമാണ് ഇപ്പോൾ സെൻഡ് ആകുന്നത്. അതല്ലാതെ ഇപ്പോൾ ഈ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ വെബ്സൈറ്റിൽ ഡയറക്റ്റ് എത്തിച്ചേരാൻ സാധിക്കും. ഇനി നമുക്ക് വെബ്സൈറ്റ് കൊടുക്കേണ്ട, വെറും കാർഡ് മാത്രമാണ് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും ബാക്ക് വരാം. ആ ഭാഗം തന്നെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഷെയർ കൊടുക്കുകയാണ്. ഷെയർ കൊടുത്തതിന് ശേഷം വീണ്ടും ക്രിയേറ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ഒരു കാർഡ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തിട്ട് വീണ്ടും വാട്സപ്പ് സെലക്ട് ചെയ്തു. ഞാൻ എൻ്റെ അതേ സുഹൃത്തിന് തന്നെ ഞാൻ വീണ്ടും സെൻഡ് ചെയ്യാണ്. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു അഡ്രസ്സും കൂടി വന്നിട്ടുണ്ട്. ആ അഡ്രസ്സിൽ നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അത് മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുക. ഓൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുമ്പോൾ ആ കാർഡ് മാത്രമായിരിക്കും ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ടാകുക. ഇതുപോലെ നിങ്ങൾക്ക് ക്രോം ബ്രൗസറിൽ ഏത് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം
കാർഡ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസായി വെക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വളരെ യൂസ്ഫുള്ളായ ഒരു വെറൈറ്റി ഓപ്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു സെഗ്മെൻറ്റിൽ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.